ജാമ്യാപേക്ഷയിൽ പ്രധാനമായി മുന്നോട്ട് വെച്ചുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഷെഡ്യൂൾ 9-ൽപ്പെട്ട വ്യവസ്ഥാപിതമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസ് മാനുവൽ വോളിയം 2 ചാപ്റ്റർ 40 തന്ത്രിയുടെ റോൾ എന്താണെന്നും തന്ത്രി ക്ഷേത്ര സംബന്ധം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. തന്ത്രി ഒരിക്കലും ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ ആർട്ടിഫാക്ട്സ് ആയിട്ടുള്ള ദ്വാരപാലകരുടെ അങ്കിയോ കട്ടളപ്പാളികളുടെ കസ്റ്റോഡിയനോ തന്ത്രിക്ക് യാതൊരു ഡൊമിനിയൻ ആ പ്രോപ്പർട്ടികളിലില്ല. അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മാനുവൽ പ്രകാരം അതിന്റെ കസ്റ്റോഡിയൻ തിരുവാഭരണ കമ്മീഷണറാണ്. അതുപോലെ തന്ത്രിക്കെതിരെ പ്രധാനമായി ആരോപിച്ചിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് ഈ കട്ടളപ്പാളികൾ അവിടുന്ന് കൊണ്ടുപോകുന്നതിനെ തന്ത്രി ലീക്കേജ് തടസ്സപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അപ്പോ ഇതില് എനിക്ക് പറയാനുള്ള കാര്യം റെഗുലേഷൻ 14 പ്രകാരം തന്ത്രി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ സബോർഡിനേറ്റ് ആണ്. ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ ROC പ്രകാരം ഒരു ആർട്ടിഫാക്ട് അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ഇളക്കിക്കഴിഞ്ഞാൽ തന്ത്രിക്ക് അത് തടസ്സപ്പെടുത്താൻ തന്ത്രിക്ക് അധികാരമില്ല. പിന്നെ ഇതിനകത്ത് തന്ത്രിക്കെതിരെ ബഹുമാനപ്പെട്ട തന്ത്രിക്കെതിരെ ആരോപിച്ചുള്ള മുഴുവൻ സെക്ഷനുകൾ IPCയിലെ നിരവധി സെക്ഷനുകളാണ്. 7 കൊല്ലം 10 കൊല്ലത്തിന് മേൽ ശിക്ഷ കിട്ടാവുന്ന സെക്ഷനുകൾ വകുപ്പുകളാണ് അദ്ദേഹത്തിന്റെ ചുമത്തിയിട്ടുള്ളത്. ഈ PC ആക്ടും അദ്ദേഹത്തിന് ഇട്ടിട്ടുണ്ട്. ഈ മുഴുവൻ സെക്ഷനുകളും കൃത്യമായി ഈ കേസിൽ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോങ്ഫുൾ ഗെയിനോ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ ഉണ്ടാവും. ഈ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് പ്രകാരം റിമാൻഡ് റിപ്പോർട്ടിലോ അറസ്റ്റ് മെമ്മോയിലോ എങ്ങും തന്നെ അദ്ദേഹത്തിന് ഈ 13-ാം പ്രതിയായ തന്ത്രിക്ക് ഏതെങ്കിലും പ്രകാരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് ക്യാഷ് ഓർ കൈൻഡ് ലഭിച്ചതായി പറയാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ഒരു ക്ലോസ് 14 പ്രകാരം ഈസ് ഓൺലി സബോർഡിനേറ്റ്. അപ്പോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്ത്രിയുടെ ഒപ്പീനിയൻ പ്രകാരം അരിഞ്ഞ വാങ്ങി കൊണ്ടുപോകും. അതിനകത്ത് വേറൊരു ആശ്ചര്യകരമായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം അരിഞ്ഞ വായിച്ചിട്ടുള്ളതാണ്. അരിഞ്ഞ വായിക്കുക എന്ന് പറയുന്നത് അത് തന്ത്രിയും ദേവനും തമ്മിലുള്ള വിഷയമാണ്. അത് ദേവസ്വം രേഖകളിലേക്ക് തന്നെ രേഖപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇത്തരത്തിലുള്ള നിഗമനങ്ങൾ കൺക്ലൂഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പ്രതിയാക്കിയിരിക്കുന്നത്. നിലവിലുള്ള റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് റോങ്ഫുൾ ഗെയിനോ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ ഉണ്ടായതായിട്ട് യാതൊരു ആരോപണവും ഇല്ല. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായിട്ട് നിരന്തരമായി അദ്ദേഹം ഫോണിൽ കൂടിയോ മറ്റു പ്രകാരത്തിലോ ബന്ധപ്പെട്ടതായിട്ടും യാതൊരു ആരോപണങ്ങളുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് 1-ാം പ്രതി വന്നിട്ടുണ്ടാവും. ഈ പറയുന്ന നമുക്ക് മനസ്സിലാക്കുന്ന പല സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളും പൊതുജനത്തിൽ ഏറെ തന്ത്രിയെ പോലെ ആ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ ഇപ്പം പൊതുവിൽ എല്ലാവരും വിളിക്കുന്ന കൂട്ടത്തിൽ അയാളെ വിളിച്ചിട്ടുണ്ടാവണം. ഒരുപക്ഷെ ഇങ്ങനെ ക്രൈം ഉണ്ടായാലും അയാളെ വിളിക്കത്തുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ കുറ്റകരമായി കൂടാതെ 120B എന്നൊക്കെ പറയുന്നത് അതിനെ സംബന്ധിച്ചൊരു കോൺക്രീറ്റ് എവിഡൻസ് ഈ കേസിലില്ല. അപ്പോ അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ട് മുഴുവൻ റിമാൻഡ് റിപ്പോർട്ടുകളിലും അദ്ദേഹത്തിന്റെ ഒരു ആരോപണം എന്ന് പറയുന്ന ആചാരലംഘനം നടത്തിയിട്ടുണ്ട്. ഈ ആചാരലംഘനം എന്ന് പറയുന്ന വേർഡ് ഇന്ത്യൻ നിയമപ്രകാരം IPC പ്രകാരമോ BC ആക്ട് പ്രകാരം ഒരു ഒഫൻസ് അല്ല. അപ്പോ അനുജ്ഞ നടത്താത്തത് കൊണ്ട് ആചാരലംഘനം നടത്തും. ആചാരലംഘനത്തിന് അദ്ദേഹം ഇടവരുത്തി ഈ സാധനം എടുത്ത് ഉണ്ണികൃഷ്ണൻ കുട്ടിയുടെ കൊച്ചുനാള് പ്രോസിക്യൂഷൻ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലെ, ഇതിനകത്ത് കേരളത്തില് ഇത്രയും പ്രഗത്ഭനായിട്ട് ആചാര്യ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ രാവിലെ അറസ്റ്റ് കൈവശം കിട്ടിയിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ മൗലിക അവകാശം കോടതിയിൽ കേസ് പ്രസന്റ് ചെയ്യാനുള്ള മൗലിക അവകാശം നിഷേധിച്ചുകൊണ്ട് ഞാനന്ന് കോടതിയിലും പറഞ്ഞത് മൗലിക അവകാശം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ 8 മണിക്ക് ഹാജരാക്കിയത്. നിങ്ങൾ നിൽക്കുമ്പോൾ 8 മണിക്കാണ് കൊണ്ടുവന്നത്. ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? അത് കൃത്യമായിട്ട് 9ഉം 10ഉം ഒക്കെ അവധിയായി. ഇനി 12-ാം തീയതി കോടതി അവധിയാണ്. 13-ാം തീയതി ജാമ്യത്തിൽ വരും. പ്രധാനമന്ത്രി പറഞ്ഞത് 1-ാം പ്രതിക്ക് ഒത്താശ എന്ന് പറയുന്നത് ആ ഒത്താശ ഈ വകുപ്പുകൾ പ്രകാരം ഒത്താശയെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു റോങ്ഫുൾ ഗെയിൻ അദ്ദേഹത്തിന് നിയമവിരുദ്ധമായി ഒരു ലാഭം ക്യാഷ് ഓർ കൈൻഡ് ഉണ്ടാകണ്ടേ? അത് പ്രൂവ് ചെയ്യാൻ റിപ്പോർട്ടിലുമില്ല. അവർ അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് പറയുന്നത്. ഒരാളുടെ പേഴ്സണൽ പാർട്ടിയുടെ വിഷയങ്ങളാണ്. ലാഭം ഉണ്ടാക്കിയത് എനിക്ക് പറയാൻ കഴിയില്ല. അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോ പറഞ്ഞു വെച്ചാൽ ശ്രദ്ധിച്ചു.